മലയാള സിനിമയിലെ ആദ്യത്തെ ലിവിങ് ടുഗദർ ബന്ധം ഏതാണ്? പ്രശസ്തമായ ലിവിങ് ടുഗദർ ബന്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ: ജയഭാരതിയും ഹാരി പോത്തനും തമ്മിലുള്ള ബന്ധം. ജയഭാരതിയും ഹാരി പോത്തനും തമ്മിലുള്ള ബന്ധം മലയാള സിനിമയിൽ പാട്ടായിരുന്നു. ജയഭാരതിയെ വളർത്തിയെടുത്തത് ഹാരി പോത്തനാണെന്ന് മലയാള സിനിമയിലെ ഒരു വിഭാഗക്കാർ പറയുമ്പോൾ, അതല്ല, ഹാരി പോത്തൻ ജയഭാരതിയെ കൊണ്ട് ലാഭമുണ്ടാക്കിയെന്ന് മറുവിഭാഗം പറയും. ഇരുവരും തമ്മിലുള്ള ബന്ധം ലിവിങ് ടുഗദർ ബന്ധത്തിന് അപ്പുറം വളരെ പ്രമാദമായ ഒരു ബന്ധം തന്നെയായിരുന്നു. ജയഭാരതിയും ഹാരി പോത്തനും തമ്മിലുള്ള രതികേളികൾ അന്നത്തെ സിനിമാ മാധ്യമങ്ങൾ, അന്നത്തെ സിനിമാ വാരികകൾ ചർച്ചയാക്കിയിരുന്നു. ജയഭാരതിയുടെ യോനിയിൽ ബിയർ ഒഴിച്ച് ആ ബിയർ ഹാരി പോത്തൻ മൊത്തി കുടിക്കും എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രചരണങ്ങൾ. മാത്രമല്ല, ജയഭാരതിയുമായി ഏത് നടൻ അടുത്താലും ആ നടനെ ഭീഷണിപ്പെടുത്തി ഹാരി പോത്തൻ പിന്തിരിപ്പിക്കുമായിരുന്നു. ജയഭാരതിയുമൊത്ത് അടുത്ത ഒരു നടനാണ് വിൻസെൻ്റ്. വിൻസെൻ്റും ജയഭാരതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ജയഭാരതി ഹാരി പോത്തൻ്റെ കീപ്പായിരുന്നു. കീപ്പെന്നല്ല, അവർ ഒരുമിച്ച് താമസിച്ചിരുന്നു. വിൻസെന്റിനെ ഹാരി പോത്തൻ വിരട്ടി തൻ്റെ ഗുണ്ടകളെ ഉപയോഗിച്ച്. വിൻസെൻ്റ് ജയഭാരതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു. പക്ഷേ വിൻസെന്റിന് അക്കാലത്ത് ഒരുപാട് ചാൻസ് വാങ്ങിക്കൊടുത്തത് ജയഭാരതിയായിരുന്നു എന്ന് അക്കാലത്തെ സിനിമാ പത്രപ്രവർത്തകർ പറയും. അക്കാലത്തെ സിനിമാ പത്രപ്രവർത്തകർ പലപ്പോഴും എക്സ്ക്ലൂസീവ് ഐറ്റംസും നടീനടന്മാരുടെ കിടപ്പറ രഹസ്യങ്ങളും തേടിപ്പോകുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. കള്ളം അവർ പറയില്ല, കള്ളം അവർ എഴുതില്ല. തങ്ങളുടെ ന്യൂസ് എക്സ്ക്ലൂസീവ് ആകാൻ വേണ്ടി ഒരു കള്ളവും അവർ പ്രചരിപ്പിക്കില്ല. അതൊക്കെയായിരുന്നു അന്നത്തെ സിനിമാ പത്രപ്രവർത്തകരുടെ മേന്മ. അന്നത്തെ സിനിമാ പത്രപ്രവർത്തകർ ഗുരുനാഥന്മാരായി കാണുന്ന രണ്ട് പേരാണ് നാനയുടെ മദ്രാസ് ലേഖനായിരുന്ന മധുവൈപ്പനെയും സിനിമാ വാരിക, കോട്ടയത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമാ വാരികയുടെ മദ്രാസ് ലേഖകനായിരുന്ന നടരാജനും. ഇരുവരും തങ്ങളുടെ സംശുദ്ധി കാത്ത് സൂക്ഷിച്ചിരുന്നു. വിജയശ്രീ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ രണ്ട് പത്രപ്രവർത്തകരാണ് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമുള്ള കടലാസുകൾ ഒപ്പിട്ട് നൽകിയത്. അതൊക്കെ അവരുടെ ഡ്യൂട്ടി ആയിരുന്നു. മധുവൈപ്പൻ സാർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം മദ്രാസിൽ താൻ അനുഭവിച്ച, അല്ലെങ്കിൽ മദ്രാസിൽ താൻ കണ്ട സിനിമയുടെ ഒരു കാലത്തെപ്പറ്റി എഴുതി. അതിൽ ജയഭാരതിയും ഹാരി പോത്തനും ഒക്കെ ചർച്ചാ വിഷയം ആയിരുന്നു. സത്താറുമായി ജയഭാരതി പ്രണയത്തിൽ ആയപ്പോൾ, ആ പ്രണയം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഹാരി പോത്തൻ വയലൻ്റായി. ഒരു രാത്രി അടിച്ച് ഫിറ്റായി ഹാരി പോത്തൻ ജയഭാരതിയെ മർദ്ദിച്ചു. ആ മർദ്ദനത്തെ ജയഭാരതി ചേർത്തത് വാക്കത്തി കൊണ്ടായിരുന്നു. വാക്കത്തി കൊണ്ട് ഹാരി പോത്തൻ്റെ കയ്യിൽ ജയഭാരതി വെട്ടി. 5 സ്റ്റിച്ചാണ് ഹാരി പോത്തന് ഇടേണ്ടി വന്നത്. വിൻസെന്റിനെ ഒതുക്കിയതുപോലെ സത്താറിനെ ഒതുക്കാൻ ഹാരി പോത്തന് കഴിഞ്ഞില്ല. സത്താർ നെഞ്ചു വിരിച്ച് നിന്ന് ജയഭാരതിയെ
വിവാഹം കഴിച്ചു. അതിനുശേഷം അവരുടെ വിവാഹ ജീവിതത്തിൽ വിള്ളലുകൾ വീണു. ജയഭാരതി സത്താറിനെ ഓവറായി കൺട്രോൾ ചെയ്തിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കൺട്രോൾ ചെയ്യാം, പക്ഷേ അമിതമായാൽ ഒരു ഭർത്താവും അത് സഹിക്കില്ല. അവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. ജയഭാരതിയെ വിവാഹം കഴിച്ച സമയത്ത്, അല്ലെങ്കിൽ ജയഭാരതിയുമായി വിവാഹം കഴിക്കുമ്പോൾ, സത്താർ സിനിമയിലെ മാത്രമല്ല മലയാള പ്രേക്ഷകരുടെ മുമ്പിലും ഹീറോയായിരുന്നു. ഹാരി പോത്തൻ്റെ ശക്തിയെ അവലംബിച്ച്, ശക്തിയെ തൃണവൽക്കരിച്ച് ജയഭാരതിയെ വിവാഹം കഴിച്ച സത്താർ. ആ സത്താർ ഒരു കാലത്ത് മലയാള സിനിമയിൽ, മലയാള പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഹീറോ പരിവേഷമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു. സത്താർ ഒരുപാട് അപകടത്തിൽ പെട്ടു. അതെനിക്ക് വ്യക്തമായി അറിയാം. സിനിമാ മംഗളത്തിന് വേണ്ടി ഓർമ്മയുണ്ടോ എന്ന ഒരു പങ്ക്തി ചെയ്യുമ്പോൾ സത്താറിനെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അന്ന് സത്താർ എന്നോട് പറഞ്ഞത് തിരുവനന്തപുരത്തെ ഞാനുണ്ട് എന്നായിരുന്നു. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് എവിടെയാണ് സത്താർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കുഗ്രാമത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അന്ന് തിരുവനന്തപുരത്തെ പൗടിക്കോണത്തിന് അപ്പുറമുള്ള, ചെമ്പഴത്തിക്കും പൗടിക്കോണത്തിനും ഇടയ്ക്കുള്ള പ്രദേശം കുഗ്രാമമായിരുന്നു. ഇന്നത് നഗരമായി മാറി. എൻ ബാലകൃഷ്ണനൊക്കെ അവിടെ ഉള്ളതാണ്, അദ്ദേഹത്തിൻ്റെ വീടൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ സത്താറിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് താമസിക്കുന്നു എന്താണ്? അന്ന് സത്താറിനോട് പറഞ്ഞത്, മനസ്സിലെ മുറിവുകൾ ഉണക്കാനും മദ്യപാന ആസക്തിയിൽ നിന്ന് മോചനം തേടാനുമാണ് ഞാൻ ഈ ഗ്രാമത്തിൽ എത്തിയത് എന്നാണ്. പിന്നീട് സത്താർ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് വൃക്കരോഗ ബാധിതനായി 22 ഫീമെയിൽ കോട്ടയത്തിൽ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എത്തിയപ്പോൾ ആദ്യം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദനം അറിയിച്ച ഒരാൾ ഞാനായിരിക്കാം. പക്ഷേ സത്താറിൻ്റെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഒരുത്തൻ കൊണ്ടു നടന്ന് കളിച്ച പെണ്ണിനെയാണല്ലോ താൻ വിവാഹം കഴിച്ചത് എന്നുള്ള ഒരു അപകർഷതാ ബോധം, ആ ബോധമായിരിക്കാം സത്താറിനെ തകർത്തത്. ജയഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുത്തു. ഹാരി പോത്തൻ്റെ പണം അവർ ഊറ്റി. ഹാരി പോത്തൻ ഒന്നുമല്ലാതായി സിനിമയിൽ മാറി. ഹാരി പോത്തൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായി ജയഭാരതി എന്നാണ് അക്കാലത്തെ സിനിമ പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞതും അവർ അത് എഴുതിയതും. എന്തായാലും ഹാരി പോത്തൻ ഒരു സംഭവം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുപ്രിയ ഫിലിംസ്, അവർ എടുക്കുന്ന ചിത്രങ്ങൾ ഒക്കെ ക്ലാസിക് ചിത്രങ്ങൾ ആയിരുന്നു. രതിനിർവേദം, ഇതാ ഇവിടെ വരെ അടക്കമുള്ള ചിത്രങ്ങൾ, അത് തൊട്ട് അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ അടക്കമുള്ള ചിത്രങ്ങൾ, അതൊക്കെ സുപ്രിയ ഫിലിംസ് മലയാളത്തിന്, ഹാരി പോത്തൻ മലയാളത്തിന് സമ്മാനിച്ച ചിത്രങ്ങളാണ്. ഹാരി പോത്തൻ്റെ അനുജനാണ് പ്രതാപ് പോത്തൻ. അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല. ചരിത്രങ്ങൾ എരിഞ്ഞടങ്ങുമ്പോൾ ആ ചരിത്രത്തിലെ കഥകൾ തിരഞ്ഞെടുത്തുകൊണ്ട് സിനിമാ കേരള എക്കാലത്തും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തും.